അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് സഹോദരങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു സംശയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വേറൊന്നുമല്ല, പലരും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വെച്ച് ചില കാര്യങ്ങളുണ്ട്. അതായത് ഉസ്താദെ, പ്രവാസിയായ ഭർത്താവ് വീഡിയോ കോളിലൂടെ ശരീരം കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിരോധമുണ്ടോ? അതുപോലെ ചില പ്രവാസികൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദെ, ഭാര്യയുമായി വീഡിയോ കോൾ ചെയ്യുമ്പോൾ സെക്ഷലായ കാര്യങ്ങൾ കാണുന്നത് കൊണ്ട് വിരോധമുണ്ടോ എന്നെല്ലാം ചോദിച്ച ഒരുപാട് പ്രവാസികളുണ്ട്, അവരുടെ ഇണകളുണ്ട്. അപ്പോൾ ഇതിനെന്താണൊരു മറുപടി എന്ന് ഒരുപാട് നാളായി ഇങ്ങനെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു വിശദീകരണമാണ് ഇന്ന് നമ്മൾ നൽകുന്നത്. പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോടും ഭാര്യമാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇണയെ നേരിട്ട് എങ്ങനെ വേണമെങ്കിലും കാണാം. അതായത് നിങ്ങളുടെ ഭർത്താവ് മുമ്പിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാര്യ മുമ്പിലുണ്ടെങ്കിൽ അവളെ നിങ്ങൾക്ക് എങ്ങനെയെല്ലാം കാണാൻ പറ്റുമോ അങ്ങനെയെല്ലാം കാണാം, ഒരു പ്രശ്നമില്ല. പിന്നെയാണോ വീഡിയോ കോളിലൂടെ നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ പിന്നെ വീഡിയോ കോളിലൂടെ കണ്ടെന്താ? അതിനൊന്നും നമുക്കൊരു കുഴപ്പവും പറയാനില്ല. പിന്നെ എവിടെയാണ് പ്രശ്നമുള്ളത്? 2-3 കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഈ വൈഫുമായിട്ട് സെക്ഷുവലായ വീഡിയോ കോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിനോടുള്ള താല്പര്യം വല്ലാതെ കൂടുകയും, നമ്മൾ അടുത്തില്ല, മറ്റൊരു സ്ഥലത്താണുള്ളത്, അല്ലെങ്കിൽ പ്രവാസ ലോകത്താണുള്ളത്, നമുക്ക് നമ്മുടെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയും ഔട്ട് ഓഫ് കൺട്രോളായി നമ്മൾ മാറുകയും, ചിലപ്പോൾ ഇത് ഇങ്ങനെ പതിവായി കഴിഞ്ഞാൽ ഹറാമുകളിലേക്ക് പോകാനുള്ള, ചിലപ്പോൾ വ്യഭിചാരത്തിലേക്ക് പോലും പോയേക്കാനുള്ള സാധ്യതകൾ ഇതിൻ്റെ പിന്നിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളൊരു വിഷയം കൂടെ ഉണ്ട്. അതായത് ഡെയിലി ഇങ്ങനെ സെക്ഷൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇവൻ്റെ മനസ്സിൽ ഇങ്ങനെ വൈകാരികമായ ചിന്തകൾ അതിരുവിട്ട് വരികയും ഒരു പരിധിക്കപ്പുറം കൺട്രോൾ ചെയ്യാൻ പറ്റാതായി പോവുകയും അവസാനം വ്യഭിചാരത്തിൽ പോയി കലാശിക്കുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാമോ എന്ന ഒരു ഭയം കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, നമുക്ക് ഇസ്ലാമിന് നിഷിദ്ധമായൊരു കാര്യം ഇതിൻ്റെ പര്യവസാനം എന്നോണം സംഭവിച്ചേക്കാം. അത് മാസ്റ്റർബേഷനാണ്, സ്വയം ഭോഗം. ഇനിയിപ്പോൾ വ്യഭിചാരത്തിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും കൈകൊണ്ടുള്ള വ്യഭിചാരം എന്ന ഹദീസുകളിൽ നിന്ന് വ്യക്തമായൊരു കാര്യമാണ് മാസ്റ്റർബേഷൻ, സ്വയം ഭോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ധാർമ്മികതയുടെ വിഷയമാണ്. അതായത് നമ്മൾ സ്വന്തം ഇണയുമായിട്ടാണ് സെക്ഷൽ വീഡിയോ കോൾ ചെയ്യുന്നതെങ്കിൽ പോലും ആ വീഡിയോ കോളിന് ശേഷം ഒരു മാസ്റ്റർബേഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ നിഷിദ്ധം തന്നെയാണ്. ഒരിക്കലും നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ മാസ്റ്റർബേഷൻ അമിതമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ലൈംഗികമായ നമ്മുടെ ഇണയോടുള്ള താല്പര്യത്തെ പോലും അതില്ലാതാക്കി കളയുന്ന അത്രമേൽ വലിയ പ്രശ്നമായി മാസ്റ്റർബേഷൻ അമിതമായാൽ മാറുന്നുണ്ട് എന്നുള്ളത് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞു തരുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇനി മൂന്നാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോഴേ, ഇത്തരം വീഡിയോ എന്ന് മാത്രമല്ല, ഇതിൽ വരുന്നൊരു ഗുരുതരമായ പ്രശ്നമുണ്ട്. നമ്മുടെ സ്വകാര്യത നമുക്ക് മാത്രമേ ഉള്ളതാണ്, മൂന്നാമതൊരാൾ കാണാൻ പാടില്ല. ഇവിടെ ഒരു ഡേഞ്ചർ സോൺ ഉണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ പ്രൈവസിയൊക്കെ നമ്മളിങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ ഗാലറിക്ക് അകത്തേക്ക് പോകാനുള്ള പ്രൈവസി അതവർക്ക് നമ്മൾ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇമേജസ്, വീഡിയോസ് ഇതിൻ്റെ അകത്തേക്കൊക്കെ കടന്നു കയറാനുള്ള അനുമതി നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് പല ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്യണത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റോറായി കിടക്കുന്ന ഇമേജും അതുപോലെ വീഡിയോസും ഒക്കെ മൂന്നാമതൊരാൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കാണുന്നുണ്ടോ എന്ന ഒരു സംശയം ഈ ആധുനിക കാലഘട്ടത്തിൽ അത് നമുക്ക് തോന്നുന്നില്ലേ? അങ്ങനെ ഒരു സംശയം ഇല്ലേ? അപ്പോൾ നമ്മളല്ലാതെ നമ്മുടെ ഇണയുടെ ഔറത്ത് മറ്റാരെങ്കിലും ആസ്വദിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത്, ഈ അവിഹിത ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് ഈ അവിഹിത ബന്ധം പിടിക്കപ്പെടുന്നത്? ഭർത്താവ് ഫോണും കൊണ്ട് ഇങ്ങനെ വെക്കും, ഭാര്യ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ഇങ്ങനെ ഫോണെടുത്ത് നോക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു അന്യ സ്ത്രീയുടെ ഫോട്ടോയോ ചാറ്റോ എന്തെങ്കിലുമൊക്കെ കണ്ട് അങ്ങനെ പിടിക്കുകയാണ്. ഇത് വിഹിതത്തിലും സംഭവിക്കും. എന്ന് പറഞ്ഞാൽ അവിഹിതത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഭർത്താവുമായിട്ട് സെക്ഷൽ ചാറ്റ് ചെയ്യുന്ന ഭാര്യ, ഭർത്താവ് എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുത്തു, അവരുടെ സെക്ഷലായ ഫോട്ടോസ് ഭർത്താവ് അയച്ചു കൊടുത്തു. ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ ഫോൺ മക്കളെടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ പിതാവിൻ്റെ ഇത്തരം ഫോട്ടോസ് കണ്ടു പോയാലുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കി. തിരിച്ച് ഉമ്മയുടേത്. ഇനിയിപ്പോൾ പ്രവാസ ലോകത്താണ് ഭർത്താവെങ്കിൽ ഈ ഫോണ് നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അവിചാരിതമായി എടുത്തു നോക്കിയാൽ ഇതിൻ്റെ അകത്ത് വല്ലതുമൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ഇങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ധാർമ്മികമായി ഈ വീഡിയോ കോളിൻ്റെ പിന്നിൽ വരുന്നുണ്ടെന്നുള്ളൊരു പ്രശ്നമാണുള്ളത്. അല്ലാതെ നമ്മളിപ്പോൾ സ്വന്തം ഭാര്യ ഒരു മനുഷ്യനിങ്ങനെ അവരുടെ
ന്യൂഡിറ്റി കാണുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരാൾ പറയാണ്, എനിക്കിതൊക്കെ പ്രശ്നമൊന്നുമില്ല, ഞാനൊക്കെ ഭയങ്കര കൺട്രോളുള്ള ആളാണ്, ഇങ്ങനത്തെ ഒരു കാര്യം തന്നെ ഇല്ല എന്നുറപ്പ് അയാൾക്കുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കോൾ ചെയ്യുന്നതിന് എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹൃദ്യമായ ദാമ്പത്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.